നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെയാണ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതായിരുന്നു അരിത്തമെറ്റിക് മീൻ. ഇനി സെക്കൻഡ് വൺ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ മിഡിൽ വാല്യൂ when the numbers are or array of numbers are arranged in the magnitude order. അതായത് ഒരു അറേ ഓഫ് നമ്പേഴ്സ് നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് അതിലെ എക്സാക്ട് മിഡിൽ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? മീഡിയൻ എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഒരു അറേ ഓഫ് നമ്പേഴ്സിൽ ഓഡ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മിഡിൽ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഇനി ഒരു ഈവൺ നമ്പർ ഓഫ് ഐറ്റംസ് ആയിരുന്നു എന്നുണ്ടെങ്കിലോ മിഡിൽ വാല്യൂ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. സോ രണ്ട് മിഡിൽ വാല്യൂ എടുക്കണം. അവയുടെ ആവറേജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് 85 numbers are arranged in 85 numbers are arranged in an array, how do you find the median എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 85 നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തു. അപ്പൊ ഇതിന്റെ മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സാക്ട് മിഡിൽ വാല്യൂ ആയിരിക്കും. ഈ 85 എന്നുള്ളത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് മിഡിൽ വാല്യൂ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 42 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നിന്നും 42 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ട് മിഡിൽ വാല്യൂ കണ്ടെത്താൻ പറ്റും. അതായത് 43rd നമ്പർ ആയിരിക്കും എന്ത്? ഈ 85 നമ്പേഴ്സ് ഉള്ള അറേയുടെ മീഡിയൻ എന്ന് പറയുന്നത് 43rd നമ്പർ. 43 അല്ല കേട്ടോ, 43ാമത് ഏത് നമ്പർ ആണോ വന്നിരിക്കുന്നത് ആ നമ്പർ ആയിരിക്കും എന്ത്? ഇതിന്റെ മീഡിയൻ എന്നുകൊണ്ട് പറയുന്നത്. കറക്റ്റ് ആയിട്ട് മിഡിൽ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും 85 എന്നുള്ളത് ഓഡ് ആയതുകൊണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് 150 ഐറ്റംസ് ഉണ്ടെങ്കിൽ 150 ഐറ്റംസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 150 എന്നുള്ളത് എന്താ? ഒരു ഈവൺ നമ്പർ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ മിഡിൽ വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ മിഡിൽ വാല്യൂ എങ്ങനെ വരും? 75th 76th ഈ രണ്ട് നമ്പേഴ്സും ആയിരിക്കും അതിന്റെ മിഡിൽ വാല്യൂവിൽ വരുന്നത്. രണ്ട് സൈഡിൽ അപ്പൊ എന്ത് വരും? 74 നമ്പേഴ്സ് വരും. ഈ രണ്ട് നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. അതായത് 1/2 ഓഫ് 75th നമ്പർ പ്ലസ് 76th നമ്പർ. ഈ രണ്ട് നമ്പറിന്റെയും ആവറേജ് ആയിരിക്കും 150 ഐറ്റംസ് ഉണ്ടെങ്കിൽ മീഡിയൻ എന്ന് വരുന്നത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓഡ് ആണെങ്കിൽ കറക്റ്റ് മിഡിൽ ടേം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈവൺ ആണെങ്കിൽ എന്ത് വരും? രണ്ട് മിഡിൽ വാല്യൂ ഉണ്ടായിരിക്കും. ആ രണ്ടെണ്ണത്തിന്റെ ആവറേജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ സാധാരണഗതിയിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഫ്രീക്വൻസി ടേബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ എങ്ങനെയായിരിക്കും മീഡിയൻ കണ്ടെത്താൻ നോക്കാം. അതിനൊരു ഫോർമുല പറയുന്നുണ്ട്. മീഡിയൻ കണ്ടെത്താനായിട്ട്, മീഡിയൻ ക്ലാസ് കണ്ടെത്താനായിട്ട്, അതായത് ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസി ഒക്കെ തന്നിട്ട്, ക്ലാസ്സസും ഫ്രീക്വൻസിയും തന്നിട്ട് അതിന്റെ മീഡിയൻ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ഫോർമുല L plus n/2 minus sigma f1 whole divided by f into c. ഇങ്ങനെയാണ് മീഡിയൻ ക്ലാസ് കണ്ടെത്താനുള്ള ഫോർമുല. ഇനി ഇതിൽ ഓരോന്നിന്റെയും എക്സ്പാൻഷൻ എന്താന്ന് പറയാം. L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസിലെ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റിനെയാണ് L എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ് തന്നിട്ട് അതിലെ എക്സാക്ട് മിഡിൽ വരുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ആ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റിനെയാണ് എന്ത് പറയുന്നത്? L എന്ന് പറയുന്നത്. ഇനി സിഗ്മ f1 n/2 എന്ന് പറയുന്നത് എത്ര ഫ്രീക്വൻസി ഉണ്ട്? ടോട്ടൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2. ടോട്ടൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2. ഇനി സിഗ്മ f1 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ മീഡിയൻ ക്ലാസിന്റെ കറസ്പോണ്ടിങ് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസിയുടെ മുകളിൽ കിടക്കുന്ന ഫ്രീക്വൻസികളുടെ സമ്മിനെയാണ് എന്ത് പറയുന്നത്? സിഗ്മ f1 എന്ന് പറയുന്നത്. അതായത് മീഡിയൻ ക്ലാസ്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസിക്ക് മുകളിൽ കിടക്കുന്ന ഫ്രീക്വൻസികളുടെ സമ്മാണ്. സം ഓഫ് ഫ്രീക്വൻസീസ് above the frequency of median class. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസിയുടെ മുകളിൽ എടുക്കുന്ന ഫ്രീക്വൻസികളുടെ സമ്മിനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്?
സിഗ്മ F1 എന്ന് പറയുന്നത്. ഇനി F എന്ന് പറയുന്നതോ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. ഇനി C എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെല്, മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെല്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ടേമിന്റെയും എക്സ്പാൻഷൻ വരുന്നത്. L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്, n/2 എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2, സിഗ്മ F1 എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഫ്രീക്വൻസികളുടെ സം, F എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി, C എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവൽ. ഇനി മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ക്ലാസ്സുകളിലെ ഏറ്റവും മിഡിൽ ക്ലാസ്സിനെയാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. മീഡിയൻ കാണാനുള്ള ഒരു പ്രോബ്ലം. ക്ലാസ് ഫ്രീക്വൻസി (0 to 10) frequency 8, 10 to 20 frequency is 12, 20 to 30 the frequency is 20, 30 to 40 the frequency is 23, 40 to 50 the frequency is 18, and 50 to 60 the frequency is 7, and 60 to 70 the frequency is 2. So here ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി എന്താണെന്ന് കണ്ടെത്താം. 7 plus 2 plus 18 plus 23 plus 20 plus 12 plus 8 that is 90 കിട്ടും. ഇനി നമുക്ക് ഇവിടുത്തെ മീഡിയൻ ക്ലാസ് ഏതാന്ന് നോക്കാം. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്ലാസ്സുകളിലെ ഏറ്റവും മിഡിൽത്തെ ക്ലാസ്സിനെയാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 ഓഡ് നമ്പർ ആയതുകൊണ്ട് എക്സാക്ട് മിഡിൽ വാല്യൂ കണ്ടെത്താൻ പറ്റും. എന്താ? ഈ 30 to 40 ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. 30 to 40 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ഈ ക്ലാസ്സസ് കണ്ടിന്യൂസ് ക്ലാസ്സസ് ആണോ അല്ലയോ എന്ന് നോക്കണം. കണ്ടിന്യൂസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി 0 to 10 ഈ അപ്പർ ലിമിറ്റ് തന്നെയാണ് അടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. 10 to 20 ഇവിടുത്തെ അപ്പർ ലിമിറ്റ് തന്നെയാണ് അടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിനെ കണ്ടിന്യൂസ് ക്ലാസ്സസ് എന്ന് പറയാം. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? കണ്ടിന്യൂസ് ആക്കണം. അത് അടുത്ത പ്രോബ്ലത്തിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കണ്ടിന്യൂസ് ക്ലാസ്സസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇനി മീഡിയന്റെ ഫോർമുല ചെയ്യാം. മീഡിയന്റെ ഫോർമുല എന്തായിരുന്നു? മീഡിയൻ ഈക്വൽ ടു L plus n/2 minus sigma F1 by F into C. ഇതാണ് എന്ത്? നമ്മുടെ ഫോർമുല വരുന്നത്. ഇനി ഓരോ വാല്യൂസ് നമുക്ക് കണ്ടെത്താം. മീഡിയൻ ക്ലാസ് ഇവിടെ ഏതാന്ന് പറഞ്ഞു? 30 to 40. സോ അതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? L 30. ഇനി അടുത്ത വാല്യൂ എന്ന് പറയുന്നത് n/2. n എന്ന് പറയുന്നത് 90 ആണ്. സോ 90/2 45. ഇനി സിഗ്മ F1. സിഗ്മ F1 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസിക്ക് മുകളിൽ എടുക്കുന്ന ഫ്രീക്വൻസികളുടെ സം, അതായത് ഇത്രയും പോർഷന്റെ സം. 12 plus 8 20, 20 plus 20 40. F എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി, അതെന്താ ഇവിടെ? 23. ഇനി C എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ക്ലാസിന്റെ വിഡ്ത്ത്. 30 to 40 അല്ലേ? അപ്പോഴത്തെ ക്ലാസ് വിഡ്ത്ത് എന്താ വരുന്നത്? 10. ഇനി നമുക്ക് ഈ ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 30 plus n/2 എന്ന് പറയുന്നത് എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത്? 45 മൈനസ് സിഗ്മ F1 എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ F എന്ന് പറയുന്നത് ഫ്രീക്വൻസി 23 ഇൻറ്റു C എന്ന് പറയുന്നത് ക്ലാസ് വിഡ്ത്ത്. ദാറ്റ് ഈസ് 30 plus 5/23 ഇൻറ്റു 10. ഇവിടെ വാല്യൂ ഫൈനൽ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ നമുക്ക് 32.17 കിട്ടും. ഇങ്ങനെയാണ് മീഡിയൻ കണ്ടെത്താനുള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. കണ്ടിന്യൂസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെ രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരണം. ചേഞ്ചസ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഇതാണ് മീഡിയന്റെ ഫോർമുല. ഇനി അടുത്തത് നമുക്കൊരു ഡിസ്കണ്ടിന്യൂസ് ക്ലാസിന്റെ ചെയ്ത് നോക്കാം. ഡിസ്കണ്ടിന്യൂസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മാറി വരുന്നത്.
അതെങ്ങനെയായിരിക്കും കറക്റ്റ് ആയിട്ട് അങ്ങനത്തെ ക്ലാസ്സസ് വന്നാൽ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ ക്ലാസ്സും ഫ്രീക്വൻസി എന്നല്ല ഹെഡിങ്സ്, വെയിറ്റ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഒക്കെ വെയിറ്റും ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 118 to 126, 3, 127 to 135, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5, 136 to 144 എന്ന് പറയുന്നതിന്റെ ഫ്രീക്വൻസി 9, 145 to 153 ആ ക്ലാസിന്റെ ഫ്രീക്വൻസി 12. അടുത്തത് 154 to 162 അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5, ആൻഡ് 163 to 171 അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4, ആൻഡ് 172 to 180 ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2. അപ്പൊ ഇവിടെ എന്താണ്, ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ്സസ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കണം, എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ. അപ്പൊ ഇവിടെ ക്ലാസ്സസ് കണ്ടിന്യൂസ് അല്ല, എന്താ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് അല്ല ഇവിടുത്തെ ലോവർ ലിമിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ 126ഉം ഇവിടെ 127ഉം ആണ്. സോ അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മുടെ കണ്ടിന്യൂസ് ആക്കണം. കണ്ടിന്യൂസ് ആക്കാനുള്ള റൂൾ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്ത് എഴുതാം, അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 ആഡ് ചെയ്ത് കയറ്റുക. അപ്പൊ എങ്ങനെയാണ് ഫ്രീക്വൻസീസ് അല്ല കണ്ടിന്യൂസ് ക്ലാസ്സസ് കണ്ടിന്യൂസ് ആക്കാനുള്ള ഫോർമുല? ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുക, അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 ആഡ് ചെയ്ത് കയറ്റുക. അപ്പൊ ഇവിടെ എന്ത് വരും, ഓരോ ക്ലാസ്സസും ഇവിടെ 1118 ആണ്, അതിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 117.5 ടു അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 126.5, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 3. അടുത്തത് ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 126.5 ടു 135.5 അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5. അടുത്ത ക്ലാസ് 136 to 144 ആണ്. ഈ 136 to 144 136 നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 135.5 ടു 144.5 അതിന്റെ അപ്പർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 9. അടുത്തത് ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എന്ത് വരും, 144.5 മൈനസ് 1 to 153.5 അതിന്റെ ലിമിറ്റ് 12. ഇനി ഇവിടെ എന്താണ്, ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 153.5 ടു 162.5 അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5. ഇനി ഇവിടെ എന്ത് വരും, 162.5 ടു 171.5 അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4. ഇനി ഇവിടെ എന്ത് വരും, 171.5 ടു 180.5 അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2. ഇപ്പൊ എന്തായി, ക്ലാസ്സസ് കണ്ടിന്യൂസ് വന്നു. ഇനി മീഡിയൻ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം, എക്സാക്ട് മിഡിലുള്ള ക്ലാസ് ഏതാന്ന് കണ്ടെത്തണം. അത് ഏതാ വരിക, മീഡിയൻ ക്ലാസ്? ഈ ഓഡ് നമ്പർ ഓഫ് ഐറ്റംസ് ആയതുകൊണ്ട് എക്സാക്ട് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ഏതാ വരുന്നത്, ഈ 144.5 ടു 153.5 എന്നുള്ളതാണ് ഇവിടുത്തെ മീഡിയൻ ക്ലാസ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീഡിയന്റെ ഫോർമുല എന്താ വരുന്നത്, L/2 പ്ലസ് N/2 മൈനസ് സിഗ്മ F1 ബൈ F ഇൻറ്റു സി. ഇവിടുത്തെ L എന്താണ്, സോറി L/2 അല്ല L. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്താണ്, 144.5 പ്ലസ് N/2 എന്താ വരിക, ടോട്ടൽ ഫ്രീക്വൻസി ഇവിടെ എന്താ വരുന്നത്, 40 വരും. സോ 40/2 20 മൈനസ് ഇവിടുത്തെ ഫ്രീക്വൻസി എന്താ വരുന്നത്, ഇത്രയും ഫ്രീക്വൻസികൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, സിഗ്മ F1 എന്ന് പറയുന്നത് 5 3 8 8 9 17 ബൈ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എന്താ 12 ഇൻറ്റു സി. ക്ലാസ് ഇന്റർവൽ ഇവിടെ എന്താ വരുന്നത്, ക്ലാസ് വിഡ്ത്ത് ഇവിടെ എന്താ വരുന്നത് 9. സോ വാല്യൂസ് എന്ത് വരും, 144.5 പ്ലസ് 3/12 ഇൻറ്റു 9. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് 146.75. ഇതായിരിക്കും എന്ത് വരുന്നത്, മീഡിയൻ വരുന്നത്. അപ്പോൾ മീഡിയൻ കാണാനുള്ളത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയിലാണെങ്കിലാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണെങ്കിൽ മീഡിയൻ എന്തായാലും എക്സാക്ട് മിഡിൽ വാല്യൂ വരും. അത് ഓഡ് നമ്പർ ഓഫ് ഐറ്റംസ് ആണെങ്കിൽ. ഈവൺ നമ്പർ ഓഫ് ഐറ്റംസ് ആണെങ്കിൽ എന്ത് വരും, രണ്ട് ക്ലാസ്സസ്, രണ്ട് മിഡിൽ വാല്യൂ രണ്ടെണ്ണത്തിന്റെയും അരിത്തമെറ്റിക് മീൻ ആണ് എന്ത് വരുന്നത്,
മീഡിയൻ എന്ന് വരുന്നത്. ഇനി അടുത്ത വാല്യൂ, അടുത്ത മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. എന്താ വരിക മോഡ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന വാല്യൂനെയാണ് എന്ത് പറയുന്നത്? മോഡ് എന്നുള്ളതുകൊണ്ട് പറയുന്നത്. അപ്പോ ഇത്രയേ ഉള്ളൂ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിവിടെ ഡാറ്റാസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. തന്നിരിക്കുന്ന ഡാറ്റേസിലെ ഏറ്റവും കൂടുതൽ തവണ വരുന്ന വാല്യൂനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 2 5 7 9 9 9 10 10 11 12 18. ഇതില് ഈ തന്നിരിക്കുന്ന ഡാറ്റയില് ഏറ്റവും കൂടുതൽ തവണ വന്നിരിക്കുന്നത് ആരാ? 9. 9 എത്ര തവണ വന്നിട്ടുണ്ട്? 3 times വന്നിട്ടുണ്ട്. സോ ഇതിന്റെ മോഡ് എന്ന് പറയുന്നത് 9 ആണ്. ഇനി അടുത്തത് 3 5 8 10 12 15 60. ഈ തന്നിരിക്കുന്ന വാല്യൂല് റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഒരു വാല്യൂ വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഇതിനെന്താ? മോഡ് ഒന്നും തന്നെ ഇല്ല. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് 2 3 4 4 4 5 5 7 7 7 9. ഇവിടെയോ ഏറ്റവും കൂടുതൽ തവണ ആര് വന്നിട്ടുണ്ട്? 4 3 തവണ വന്നിട്ടുണ്ട്, 7 3 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 2 മോഡ്സ് ഉണ്ട്, 4 7 മോഡ്സ് ഉണ്ട്. അപ്പോ ഇങ്ങനെ കേസസുകൾ വരാം. ഒരു മോഡ് ഉള്ളതും 2 മോഡ് ഉള്ളതും മോഡ് ഒന്നും ഇല്ലാത്ത കേസസ് വരാം. ഈ ഒരു മോഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ യൂണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഈ ഡിസ്ട്രിബ്യൂഷനെ യൂണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. 2 മോഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇത് സാധാരണ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത കേസ് ആണെങ്കിൽ. ഇനി അല്ലാത്ത ഫ്രീക്വൻസി കേസിലാണെന്നുണ്ടെങ്കിൽ മോഡ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് L1 പ്ലസ് ഡെൽറ്റ 1 ബൈ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ഇൻറ്റു സി. ഇതാണ് എന്ത്? മോഡ് കാണാനുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസിലുള്ള ഫോർമുല. L1 പ്ലസ് ഡെൽറ്റ 1 ബൈ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ഇൻറ്റു സി. ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന, അപ്പോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാന്നുള്ളത്. തന്നിരിക്കുന്ന ക്ലാസ് ഇങ്ങനെയാണ്: 10 to 15 അതിന്റെ മോഡ് 4, സോറി ഫ്രീക്വൻസി 4, 15 to 20 8, 20 to 25 18, 25 to 30 30, 30 to 35 20, 35 to 40 10, 40 to 45 5, 45 to 50 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സസും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും. ഇതിലെ മോഡൽ ക്ലാസ് കണ്ടെത്തണം. കാരണം ക്ലാസ്സസ് ആയതുകൊണ്ട് മോഡൽ ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നമ്മൾ മീഡിയനിൽ ചെയ്ത പോലെ, ഒരു മീഡിയൻ ക്ലാസ് കണ്ടെത്തിയ പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മോഡൽ ക്ലാസ് കണ്ടെത്തണം. ഇവിടെ മോഡൽ ക്ലാസ് കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാല് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ ഒക്കർ ചെയ്യുന്ന വാല്യൂ. അപ്പോൾ മോഡൽ ക്ലാസ് കണ്ടെത്തണത് ഈ ഫ്രീക്വൻസിയിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാന്ന് നോക്കാം. അതിന്റെ കറസ്പോണ്ടിങ് ക്ലാസ് ആയിരിക്കും എന്ത്? മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? 30. ഈ 30യുടെ കറസ്പോണ്ടിങ് ക്ലാസ് ആയിരിക്കും എന്ത്? മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഹിയർ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 25 to 30. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് വേറെ ഒന്നും ചിന്തിക്കാതെ. 10 to 15 15 to 20 കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ടാണ് വേറെ ഒന്നും ചെയ്യാത്തത്. അപ്പോ ആദ്യം തന്നെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാന്ന് നോക്കാം. ആ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സിനെയാണ് എന്ത് ചൂസ് ചെയ്യുന്നത്? മോഡൽ ക്ലാസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനി ഈ വാല്യൂസ് കണ്ടെത്തണം. സോറി, ഇവിടെ L1 ഇല്ല, L പ്ലസ് ഡെൽറ്റ 1 ബൈ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. ഇനി ഓരോ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ഒക്കെ എന്താണെന്ന് അറിയണം. അപ്പൊ L എന്ത് കിട്ടി? മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റിനെയാണ് L എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ 1 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് മൈനസ് അതിന് തൊട്ട് മുകളിലത്തെ ഫ്രീക്വൻസി. മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി മൈനസ് ഫ്രീക്വൻസി above മോഡൽ ക്ലാസ്.
ഇപ്പൊ ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി മൈനസ് മോഡൽ ക്ലാസിന്റെ എബോവ് ഫ്രീക്വൻസി. ഇനി ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് മൈനസ് ഫ്രീക്വൻസി ബിലോ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസിന്റെ താഴെയുള്ള ഫ്രീക്വൻസി. ഇതാണ് എന്ത്? ഡെൽറ്റ 2 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് മാത്രം എത്ര ഓർത്ത് വെച്ചാൽ മതി? ഡെൽറ്റ 1 എന്ന് പറയുന്നത് മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ഫ്രീക്വൻസിയുടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഡെൽറ്റ 2 എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് വിഡ്ത്ത്, മോഡൽ ക്ലാസിന്റെ ക്ലാസ് വിഡ്ത്ത്. അപ്പൊ ഇവിടെ എല്ലാം എന്ത് വരും? എത്രയാൽ മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 25 പ്ലസ് ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്താ? ഈ ഫ്രീക്വൻസി മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി അതായത് 30 മൈനസ് തൊട്ട് മുകളിലത്തെ ഫ്രീക്വൻസി 80 ഡിവൈഡഡ് ബൈ ഡെൽറ്റ 1 എന്ന് പറയുന്നത് 30 മൈനസ് 80 പ്ലസ് ഡെൽറ്റ 2 എന്താന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസിയും ഇതും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. തൊട്ട് താഴത്തെ 30 മൈനസ് 20 ഇൻറ്റു സി എന്ന് പറയുന്നത് ഈ ക്ലാസ് വിഡ്ത്ത് അതായത് 5. കൂടെ എന്ത് വരും? 25 പ്ലസ് 30 മൈനസ് 80 എന്ന് പറയുന്നത് 12 പ്ലസ് 10 ഇൻറ്റു 5. കാൽക്കുലേഷൻ കഴിഞ്ഞ് വാല്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27.73 കിട്ടും. ഇതാണ് എന്ത്? മോഡൽ ഈ ക്ലാസസ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് എന്ന് പറയുന്നത്. സോ മോഡ് കാണാനുള്ള ഫോർമുല ഫോർ ദ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മോഡ് കാണാനുള്ള ഫോർമുല എൽ പ്ലസ് ഡെൽറ്റ 1 ബൈ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ഇൻറ്റു സി. മീഡിയൻ കാണാനുള്ള ഫോർമുല എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സിഗ്മ എഫ് 1 ബൈ എഫ് ഇൻറ്റു സി. ഇനി ഈ മീനും മീഡിയനും മോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. എംപരിക്കൽ റിലേഷൻ എന്നാണ് പറയാം. മീനും മീഡിയനും മോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനെ എംപരിക്കൽ റിലേഷൻ എന്നാണ് പറയുന്നത്. അത് 1 മാർക്ക് ആയിട്ട് ക്വസ്റ്റ്യന് ചോദിക്കാറുള്ളതാണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. എന്താ വരുന്നത്? മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എംപരിക്കൽ റിലേഷൻ 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. ഇത് യൂണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻസിന് മാത്രമേ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. യൂണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോഡ് മാത്രമുള്ള കേസ്. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസിന് മാത്രമേ ഈ എംപരിക്കൽ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. ഇത്രയാണ് മീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിത്തമെറ്റിക് മീനെയാണ് മീഡിയൻ മോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇനിയുണ്ട്. ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, റൂട്ട് മീൻ സ്ക്വയർ, പെർസൈൽസ്, ഡെസൈൽസ്, ക്വാർട്ടൈൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.